വൈദേഹി. രചന അവതരണം മിത്രവിന്ദ. രുദ്രനെ കാത്ത് ഉമ്മറത്തിരിക്കുവാണ് വൈദേഹി. എല്ലാ ദിവസവും 8 മണിയോടെ അവനും അച്ഛനും എത്തുന്നതാണ്. പക്ഷേ ഇന്ന് 9 മണിയായിട്ടും അവർ വന്നിട്ടില്ല. കുറച്ച് ദിവസമായിട്ട് രുദ്രൻ ഓഫീസിലേക്ക് പോകുന്നില്ലായിരുന്നല്ലോ മോളെ. പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഫയൽസൊക്കെ ക്ലിയർ ചെയ്യുന്നതാവും. ഇടയ്ക്ക് അവളുടെ അരികിലേക്ക് വന്ന് ഗൗരി ആൻറ്റി പറഞ്ഞു. അങ്ങനെ ആയിരിക്കും ആൻറ്റി. മോളെ, വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാം കേട്ടോ. യോ ഇല്ല ആൻറ്റി, ഞാൻ വെറുതെ റൂമിലിങ്ങനെ ഇരുന്നപ്പോൾ ഇറങ്ങി വന്നതാ. അതുമാത്രമല്ലല്ലോ, രുദ്രേട്ടനെ ഇതേവരെയായിട്ടും കാണാഞ്ഞിട്ടുള്ള സങ്കടവും ഈ മുഖത്തെനിക്ക് കാണാം. ഗൗരി കളിയാക്കിയതും ഒരു മന്ദസ്മിതത്തോടെ അവൾ മുഖം കുനിച്ചു. അപ്പോഴേക്കും കണ്ടു ഗേറ്റ് കടന്നു വരുന്ന രുദ്രൻ്റെ കാറ്. പറഞ്ഞ് നാവെടുക്കും മുന്നേ രണ്ടാളും വന്നല്ലോ. ഓർത്തുകൊണ്ട് വൈദേഹി പെട്ടെന്ന് എഴുന്നേറ്റു. മഹിയായിരുന്നു ആദ്യം കയറി വന്നത്. നേരത്തെ ഇറങ്ങിയതാ. അപ്പോഴാ നമ്മുടെ കോശി സാറ് വന്നത്. പിന്നെ സംസാരിച്ചിരുന്നു പോയി. ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും വർക്ക് കംപ്ലീറ്റ് ആവാനുണ്ടെന്നാണ്. മോളോട് പറയുമായിരുന്നു. അപ്പോഴാ വണ്ടി എത്തിയത്. മഹിയുടെ കയ്യിൽ നിന്നും ബാഗ് മേടിച്ച് പിടിച്ചുകൊണ്ട് ഗൗരി പറഞ്ഞു. വൈദേഹിക്ക് ബോറടിച്ച് കാണും അല്ലേ മോളെ? ഏയ് ഇല്ലെങ്കിൽ ആൻറ്റി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവൾ വാതിൽക്കിലേക്ക് നോക്കി. രുദ്രൻ കയറി വരുന്നുണ്ട്. അവനെ ഒന്ന് നേരിട്ട് കണ്ടു കഴിഞ്ഞാണ് വൈദേഹിക്ക് സമാധാനമായത്. എന്താണ് ഇത്ര ആകുലതയെന്ന് പലകുറി ചിന്തിച്ചു നോക്കി. അത്രമേൽ അവനോട് പ്രണയമായിരുന്നു. അവളുടെ ഓരോ സിരകളിലും രുദ്രൻ എന്നൊരു നാമം മാത്രം നിറഞ്ഞു നിന്നത്. കാത്തിരുന്ന് മുഷിഞ്ഞോ? അവൾക്ക് കേൾക്കാൻ പാകത്തിന് മെല്ലെ ശബ്ദം താഴ്ത്തി അവൻ ചോദിച്ചു. മറുപടിയായി ഒന്നും പറയാതുകൊണ്ട് വൈദേഹി വേഗം അകത്തേക്ക് കയറിപ്പോയി. ഗൗരിയാണെങ്കിൽ രണ്ടാൾക്കുമുള്ള ചായയും പലഹാരവും എടുത്തുകൊണ്ട് വന്ന് മേശമേൽ വെച്ചിട്ടുണ്ട്. ഓഫീസിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് സമയം ഇരുന്നു. ശേഷം ചായയൊക്കെ കുടിച്ചിട്ട് രുദ്രൻ മുകളിലേക്ക് കയറിപ്പോയി. വൈദേഹിയാണെങ്കിൽ താഴെ ചുറ്റിപ്പറ്റി നിന്നതേ ഉള്ളൂ. കുളിയൊക്കെ കഴിഞ്ഞ് അവൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ കണ്ടു ഭക്ഷണമൊക്കെ എടുത്തു വയ്ക്കുന്ന വൈദേഹിയെ. അന്ന് അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഗൗരി പുതിയ ഷോപ്പ് തുടങ്ങുന്ന കാര്യത്തെക്കുറിച്ച് എല്ലാവരോടുമായി സംസാരിച്ചത്. കേട്ടതും രുദ്രനും മഹിക്കുമൊക്കെ സന്തോഷമായി. അതും വൈദേഹിയുടെ ഐഡിയ ആണെന്നറിഞ്ഞപ്പോൾ. ഈ ഒരു പ്രസ്ഥാനം ആരംഭിക്കാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് മഹി അവളോട് പറഞ്ഞു. രുദ്രൻ്റെ പരിചയത്തിൽ ചില ആളുകളൊക്കെ ഉണ്ടെന്നും അവരെ കണ്ട് സംസാരിക്കാമെന്നും അവനും പറഞ്ഞു. ഒരുപാട് പുത്തൻ പ്രതീക്ഷകൾ. വൈദേഹിക്ക് ശരീരത്തിനും മനസ്സിനുമൊക്കെ ഒരു വല്ലാത്ത ഉണർവ്. കിടക്കാനായി റൂമിലേക്ക് വന്നപ്പോൾ തൻ്റെ മനസ്സിൽ വിരിഞ്ഞ ഓരോ ആശയങ്ങളും അവൾ രുദ്രനോട് പങ്കുവച്ചു. എല്ലാം കേട്ടുകൊണ്ട് അവൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ അവനും പകർന്നു കൊടുത്തു. അടുത്ത ദിവസം കാലത്തെ തന്നെ മഹിയും ഗൗരിയും ഒപ്പം വൈദേഹിയുമായിട്ട് ചില ആളുകളുടെയൊക്കെ അടുത്ത് പോയി. അതിൽ 2 പേര് ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന പ്രമുഖരായ വ്യവസായികളായിരുന്നു. സുഗന്ധി ടെക്സ്റ്റൈൽസിൻ്റെ ഉടമയായ രംഗനാഥ ഷെട്ടി. അദ്ദേഹം ആന്ധ്രാക്കാരനാണ്. അയാളുടെ മുത്തശ്ശൻ്റെ കാലം മുതൽക്കേ കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നു. മഹിയുമായിട്ട് അയാൾക്ക് പരിചയമുണ്ടായിരുന്നു. മരുമകൾക്ക് ഇങ്ങനൊരു ആശയമുണ്ടെന്ന് മഹി വിളിച്ചു പറഞ്ഞതും ഇവിടേക്ക് പോരെ, എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് അയാൾ അറിയിച്ചു. അങ്ങനെ എത്തിയതാണ് മഹി. രംഗനാഥൻ്റെ പർച്ചേസ് മാനേജർ ഒരു മഹാദേവൻ തമ്പിയായിരുന്നു. ഉടനെ തന്നെ അയാളെ വിളിച്ചു വരുത്തി. മഹിയെ ശരിക്കും അറിയാവുന്നവർ ആയതുകൊണ്ട് ഇരുവരും അവരുടെ ഐഡിയാസ്, ഒപ്പം തന്നെ അവരെവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നൊക്കെ വിശദീകരിച്ചു. സാരിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണെന്ന് വൈദേഹി പറഞ്ഞപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാരീസ് ലഭിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ അയാൾ പറഞ്ഞു കൊടുത്തു. പല പല ഗ്രാമപ്രദേശങ്ങൾ, അവിടെ ജീവിക്കുന്ന ആളുകളുടെ കുടിൽ വ്യവസായമായിട്ട് നടത്തുന്ന സാരി കച്ചവടം, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ ഡീറ്റെയിൽസ് അവർ നൽകി. എല്ലാം വളരെ ശ്രദ്ധയോടെ അവൾ കേട്ടിരുന്നു. ഒപ്പം വേണ്ട കാര്യങ്ങളൊക്കെ ഫോണിൽ ഫീഡ് ചെയ്തു വെച്ചു. ഒടുവിൽ നിറഞ്ഞ മനസ്സോടെയാണ് മൂവരും അവിടുന്ന് പിരിഞ്ഞു പോന്നത്.
ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി. വൈദേഹിയും ഗൗരിയും കൂടി പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു. ചില യാത്രകളിൽ മാത്രം മഹി വന്നിരുന്നു. ഓഫീസിലാകെ തിരക്കായതിനാൽ രുദ്രൻ എവിടേക്കും പോകാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. അതിനാൽ മഹാദേവൻ തമ്മിൽ നിർദ്ദേശിച്ച ഒരാളെയായിരുന്നു അവരുടെ ഒപ്പം യാത്രയിൽ അയച്ചത്. 1.5 മാസം നീണ്ട യാത്രയ്ക്ക് ശേഷം ഇന്ന് മടങ്ങിയെത്തും ഗൗരിയും വൈദേഹിയും. ഷോപ്പിൻ്റെ പണികളൊക്കെ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഇനി 12 ദിവസം കൂടിയുള്ളൂ അവരുടെ ഉദ്ഘാടനത്തിന്. അതിൻ്റെ തത്രപ്പാടിലായിരുന്നു മഹി. രുദ്രനെ പൂർണ്ണമായും ഓഫീസ് ഏൽപ്പിച്ച ശേഷം ഷോപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കി നടത്താൻ ഏറിയ സമയവും മഹി അവിടെ തന്നെയായിരുന്നു. വൈദേഹി എല്ലാ ദിവസവും വീഡിയോ കോൾ ചെയ്ത് രുദ്രനോട് സംസാരിക്കും. പരസ്പരം കാണാഞ്ഞതുകൊണ്ട് ഇരുവർക്കും നല്ല സങ്കടമൊക്കെ ഉണ്ട്. എന്നാലും അവളുടെ ലക്ഷ്യം അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇരുവരും അവരുടെ സുഖസന്തോഷങ്ങളൊക്കെ മാറ്റിവെച്ചു. വൈകുന്നേരം 8 മണിയോടെ രുദ്രൻ വീട്ടിലെത്തി. വൈദേഹി അമ്മയും ഇനി 1 മണിക്കൂർ കൂടി കഴിഞ്ഞേ വരുള്ളൂ എന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ട്. അവളെ കാണുവാൻ വേണ്ടി രുദ്രൻ അങ്ങനെ കാത്തിരുന്നു. രാത്രി 9 മണി കഴിഞ്ഞു. വൈദേഹിയും അമ്മയും എത്തിയപ്പോൾ രുദ്രൻ ഉമ്മറത്തുണ്ടായിരുന്നു. വൈദേഹിയാണെങ്കിൽ ആകെ ക്ഷീണിച്ച അവശയാണ്. അതുപോലെ തന്നെ അമ്മയും. എന്നാലും ഇരുവരുടെയും മുഖത്ത് തെളിഞ്ഞു നിന്ന ആത്മവിശ്വാസം അത് കണ്ടപ്പോൾ രുദ്രന് മനസ്സ് നിറഞ്ഞു. വന്ന് കുളിച്ചു ഫ്രഷായി അല്പം ചോറും കഴിച്ചിട്ട് വൈദേഹി നേരെ കിടക്കാനായി പോന്നു. അമ്മ പിന്നെയും ഓരോരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തിരുന്നു. അവൾ ഉറങ്ങിക്കാണുമെന്ന് കരുതിയാണ് രുദ്രൻ എത്തിയത്. പക്ഷേ ഫോണിൽ എന്തോ തിരഞ്ഞുകൊണ്ട് ബെഡിലിരിക്കുകയാണ് പെണ്ണ്. റൂമിൻ്റെ വാതിലടച്ച് കുറ്റിയിട്ട ശേഷം അവൻ അരികിലേക്ക് ചെന്നു. എന്താണ് മാഡം ഇത്രമാത്രം വലിയ ആലോചന? രുദ്രൻ്റെ ശബ്ദം കേട്ടതും അവൾ മുഖമുയർത്തി. ഒന്നുമില്ലേട്ടാ, ഞങ്ങൾ ഇന്നലെ കവർ ചെയ്ത ഒരു യൂണിറ്റിൻ്റെ അഡ്രസ്സ് നോക്കുമായിരുന്നു. പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്ത് അടുത്തിരുന്ന ടേബിളിൽ വെച്ചു. ഞാൻ കരുതിയത് ഉറങ്ങിക്കാണുമെന്നാണ്. ആകെ മടുത്തു വലിഞ്ഞു വന്നതല്ലേ. ഉറങ്ങാനായി കയറി വന്നതാ. പക്ഷെ പിന്നീട് ഓർത്തു രുദ്രേട്ടൻ വന്നിട്ട് കിടക്കാമെന്ന്. രുദ്രൻ്റെ അരികിലായി പറ്റിച്ചേർന്നുകൊണ്ട് ആദ്യമായി അവൾ കിടന്നു. ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് പോയ വഴികളും കണ്ട കാഴ്ചകളും ഒക്കെ വിശദീകരിച്ചാണ് അവൾ പറയുന്നത്. ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ രുദ്രൻ അവളുടെ അടുത്ത് കിടന്നു. നിമിഷങ്ങൾ മണിക്കൂറുകളിലേക്ക് വഴിമാറി. അവൻ തൻ്റെ വലത് കൈ നീട്ടി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇനി ഇങ്ങനൊന്നും എവിടേക്കും പോകരുത്. എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യ. അവളുടെ നെറുകയിൽ അതിരം ചേർത്തുകൊണ്ട് രുദ്രൻ പറഞ്ഞു. പെട്ടെന്നൊന്ന് അവൾ നിശബ്ദയായി. സത്യമാണ് വൈദേഹി ഞാൻ പറയുന്നത്. ഓരോ ദിവസം ചെല്ലുംതോറും നീ അടുത്തില്ലല്ലോ എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും വിഷമമായിരുന്നു. എങ്ങനെങ്കിലും നീ ഒന്ന് മടങ്ങി വന്നാൽ മതിയെന്നാണ് പിന്നീടുള്ള എൻ്റെ പ്രാർത്ഥന. ഇന്നീ ദിവസത്തിനായി ഞാൻ എത്രമാത്രം കാത്തിരുന്നു എന്നറിയോ? രുദ്രൻ അത് പറയുകയും വൈദേഹി അവനെ കെട്ടിപ്പുണർന്നു. എന്നിട്ടൊരു പൊട്ടിക്കരച്ചിലോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. എനിക്കും പറ്റുന്നില്ലായിരുന്നു രുദ്രേട്ട. ഇനി ഒരിക്കലും ഒരിടത്തേക്കും പോവില്ലെന്ന് ഉറച്ചു തീരുമാനിച്ച ഞാൻ മടങ്ങി വന്നത്. രുദ്രേട്ടനെ കാണാതെ ഒരു നിമിഷം പോലും എനിക്കിനി തുടരാനാവില്ല. അവൾ വീണ്ടും വിങ്ങിപ്പൊട്ടി. കരയല്ലടാ പ്ലീസ്. നീ ഇങ്ങനെ കരയുന്ന കാണുമ്പോൾ എനിക്ക് വല്ലാതെ ചങ്കു പൊട്ടുന്നു. അത് പറഞ്ഞപ്പോൾ അവൻ്റെ വാക്കുകൾ പോലും ഇടറി. എനിക്ക് പറയാൻ പോലും അറിയില്ല രുദ്രേട്ട. എൻ്റെ മനസ്സിൽ ഏട്ടനോടുള്ള സ്നേഹം അത് എത്രത്തോളമാണെന്ന് വാക്കുകൾ കൊണ്ടൊന്നും അത് വർണ്ണിക്കാൻ എനിക്കാവില്ല. കണ്ട നാൾ മുതൽക്ക് എൻ്റെ ഹൃദയത്തിൽ കയറി പറ്റിയതാണ്. അന്നു മുതൽ ഈ നിമിഷം വരെയും അതിൻ്റെ വ്യാപ്തി കൂടിയല്ലത്. ലേശം പോലും അതിന് കളങ്കം പറ്റിയിട്ടില്ല. എൻ്റെ പ്രാണനാണ് രുദ്രേട്ടൻ. പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്താകമാനം അവൾ മുത്തം കൊടുത്തു. എനിക്ക് രുദ്രേട്ടനോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് അത് സാക്ഷാൽ ഈശ്വരന് മാത്രം അറിയും. അല്ലാതെ ഈ ഭൂമിയിൽ ആർക്കും അറിയില്ല. എൻ്റെ മരണത്തിലൂടെ അല്ലാതെ ഞാൻ ഒരിക്കലും വിട്ടുപോകില്ല. നെഞ്ചു നീറിപ്പിടിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. ഇഷ്ടമായിരുന്നു എനിക്കും ഈ കുപ്പിവിളക്കരിയെ. ഒരുപാട് ഇഷ്ടം. കൗമാരക്കാലത്തിൽ ആരോടെങ്കിലും
ഒരു പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ പട്ടുപാവാടയും ബ്ലൗസും അണിഞ്ഞുകൊണ്ട് ഓടി വരുന്ന എൻ്റെ സുന്ദരി കുട്ടിയോടായിരുന്നു. കനകാൻ്റിയോടൊപ്പം നീ ഇറങ്ങി വരുന്നത് നോക്കി ഞാൻ ഈ റൂമിൻ്റെ വെളിയിൽ നിൽക്കും. പക്ഷേ അന്നൊന്നും നീ എന്നെ മൈൻഡ് ചെയ്യാതെ ചേച്ചിയുടെ കൂടെ പോയപ്പോൾ എനിക്ക് അമർഷമായിരുന്നു. ഒക്കെ നമ്മുടെ പ്രായത്തിൻ്റെ ഓരോരോ ചാപല്യങ്ങൾ. നീ എന്നോട് ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞപ്പോഴും ഞാനന്ന് ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞ് നിന്നെ ഇറക്കി വിട്ടു. എങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത സങ്കടമായിരുന്നു. സ്കൂളിൽ അഡ്മിഷനും ഹോസ്റ്റലിൽ താമസവും എല്ലാം റെഡിയാക്കി അച്ഛനും അമ്മയും എന്നെ പറഞ്ഞയക്കാൻ തയ്യാറായി നിന്ന ദിവസമല്ലേ നീ ഇതൊക്കെ വന്ന് പറഞ്ഞത്. അന്നാണെങ്കിൽ ശരിക്കും എനിക്ക് ദേഷ്യം വന്നു. അതാണ് അത്രമാത്രം വയലൻ്റ് ആയത്. പിന്നീട് നിന്നെ കണ്ട് ഒരു സോറി പറയണമെന്നും എനിക്ക് നിന്നോട് ഇഷ്ടമാണെന്നും ഒക്കെ പറയാൻ കുറേ തവണ ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നു. പക്ഷേ നേരിട്ടൊന്നും കാണാൻ പോലും സാധിച്ചില്ല. ഹോസ്റ്റലിലേക്ക് പോകാൻ നേരത്ത് കാറിൽ കയറുമ്പോഴും ഞാൻ നിന്നെ തിരഞ്ഞു. കനകാൻ്റിയോട് ചോദിച്ചപ്പോൾ നീ അകത്ത് കിടക്കുവാണെന്ന് എന്നോട് പറഞ്ഞു. പിന്നീടുള്ള ഓരോ വെക്കേഷനിലും നിന്നെ കാണുവാനായി ഞാൻ ഓടിയെത്തുമായിരുന്നു. പക്ഷേ എൻ്റെ വരവറിഞ്ഞ് നീ എവിടേക്കെങ്കിലും പോയി ഒളിക്കും. അങ്ങനെ എനിക്ക് നിന്നോട് ദേഷ്യമായി. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പിന്നീട് കണ്ടുമുട്ടിയത്. അപ്പോഴൊക്കെ ഞാൻ കരുതി നിൻ്റെ പുതിയ കൂട്ടുകാരെ, കോളേജ് ലൈഫ്, ജീവിത സാഹചര്യങ്ങൾ ഒക്കെ നീ അടിമുടി മാറിപ്പോയി കാണുമെന്ന്. അതാണ് ഞാനും അങ്ങനെ പെരുമാറിയത്. അത് ഇത്രത്തോളം നിന്നെ ബാധിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. സോറി വൈച്ചു. നിന്നെ വിഷമിപ്പിച്ചതിനും കരയിപ്പിച്ചതിനും ഒക്കെ 1000 മാപ്പ്. തുടരും.